എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. ഈ മാസം ഏപ്രിൽ 16 രാത്രി 8 മണിക്ക് പാളയത്ത് വെള്ളയമ്പലം റോഡ് LMS വെള്ളയമ്പലം റോഡ് കനകക്കുന്ന് പാലസിന് ഫ്രണ്ടിൽ വെച്ച് എനിക്കൊരു അപകടമുണ്ടായ കാര്യം ഞാൻ ഓൾറെഡി ഒരു അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ആ വീഡിയോയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഞാൻ പിറ്റേ ദിവസം തന്നെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ എൻ്റെ സർവീസ് സെൻറ്ററിൽ വണ്ടി കൊണ്ടുപോയി കൊടുത്തു. അവരാവശ്യപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റ്സും ഞാൻ കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി GD ഇൻക്ലൂഡഡ് ഞാൻ എല്ലാ ഡോക്യുമെൻറ്റ്സും ഞാനാണെങ്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഈസ്റ്ററിൻ്റെ ഒരു തലേ ദിവസം കണ്ടായിരുന്നു. അന്ന് വ്യാഴാഴ്ച ഒരു വൈകുന്നേരമാണ് ഞാൻ കൊടുത്തത്. ശനിയാഴ്ച ഈസ്റ്റർ ആയതുകൊണ്ട് എന്നോട് തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ വണ്ടി അവിടെ വാങ്ങിച്ച് ഇട്ടിട്ട് പിന്നെ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തു. അങ്ങനെ കുറച്ച് തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ തിങ്കളാഴ്ച ഷോറൂമിലെ സർവീസ് മാനേജറിനെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും പറയുകയാണ് അവർ എന്താണെന്ന് ചോദിച്ചിട്ട് എന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. ഞാൻ പിന്നേന്ന് കാര്യമായില്ല. ഞാൻ പിന്നെ 2 ദിവസം കൂടെ എക്സ്ട്രാ വെയിറ്റ് ചെയ്ത് ബുധനാഴ്ച വിളിച്ചപ്പോഴത്തേക്കും വീണ്ടും ഈ സർവീസ് മാനേജർ പറയുകയാണ് പുള്ളിക്കാരൻ 2 ദിവസത്തേക്ക് ലീവായിരുന്നു, വിളിച്ചിട്ട് വീണ്ടും തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം ഡിലേ ചെയ്ത് എന്നെ വെള്ളിയാഴ്ച വരെ കൊണ്ടെത്തിച്ചു. ഞാൻ വെള്ളിയാഴ്ച അവിടുത്തെ സർവീസ് സെൻ്ററിൽ ഡയറക്റ്റ് വിളിക്കുകയായിരുന്നു ചെയ്തത്. വിളിച്ചപ്പോൾ എന്നെ ഒരു പെൺകുട്ടിയാണ് എടുത്തിട്ട് പറഞ്ഞു ഞാനാണെങ്കിൽ ഒരു ക്ലെയിം ചെയ്യാൻ ഒരു വണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു അവരെല്ലാ ഇൻഫർമേഷൻസും എല്ലാ ഡീറ്റെയിൽസും അവർ അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഇതുവരെയായിട്ടും സർവേക്ക് ആളെ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരാഴ്ചയോളം ഞാൻ വണ്ടി അവിടെ വെച്ചിട്ടും, ഒരാഴ്ചയല്ല, വ്യാഴാഴ്ച 16-ാം തീയതി ഞാൻ വൈകുന്നേരം കൊടുത്തിട്ട് പിന്നെ വെള്ളിയാഴ്ച വരെ വെയിറ്റ് ചെയ്തു. ഒരാഴ്ചയോളം കഴിഞ്ഞു. എന്നിട്ട് ഒരു ഇൻഫർമേഷൻസും ആരോ സർവേക്ക് ഒന്നിനും വന്നിട്ടില്ലായിരുന്നു. സർവീസ് സെൻറ്ററിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് അവരുടെ ഭാഗത്ത് തെറ്റല്ല, ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് സർവേന് വരാത്തത് കൊണ്ടാണ്. ഇനി തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്യാൻ എന്നോട് പറഞ്ഞു. ഇന്ന് തിങ്കളാഴ്ച 28-ാം തീയതിയാണ്. ഞാൻ ഇന്ന് രാവിലെ സർവീസ് മാനേജറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് സർവേക്ക് ആൾ വന്നിട്ടുണ്ട്, പണി തുടങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വോയിസ് ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് നിങ്ങൾ വന്നു. സെർവർ നോക്കിയിട്ട് പോയായിരുന്നു, വർക്ക് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മള് സാധനത്തിന് ഓർഡർ കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇടേണ്ടി വരുമോ? കേട്ടില്ല. എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പൈസ ഇടേണ്ടി വരുമോ? അത് പ്രോസസിംഗ് ചാർജ് വരും. നമുക്ക് മൊത്തം പേയ്മെന്റ് ഇൻഷുറൻസ് ആയി തരില്ല. 10,000 1,500 എന്തായാലും കയ്യിൽ നിന്നാവും. എത്ര ഞാൻ അടയ്ക്കേണ്ടി വരും അപ്പൊ? അത് നോക്കിയിട്ട് അവർ തരുന്ന ഡിപ്രിസിയേഷൻ എമൗണ്ട് പോലെ ഇരിക്കും. നമ്മൾ കൊടുത്ത എസ്റ്റിമേഷനകത്ത് അവർ തരുന്ന ഡിപ്രിസിയേഷൻ എമൗണ്ട് പോലെ ഇരിക്കും. അപ്പൊ ഇത് എന്നത്തേക്ക് റെഡി ആവുമെന്നറിയാം. ഈ ആഴ്ച തന്നെ ഇറങ്ങി. അതായത് നമ്മൾ ശനിയാഴ്ച സാധനത്തിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉച്ച കഴിയുമ്പോൾ സാധനം വരും. സാധനം വന്നു കഴിഞ്ഞാൽ വണ്ടി സെറ്റ് ചെയ്തിട്ട് ക്ലെയിമിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇൻഷുറൻസ് സർവീസ് നോക്കും. അവർ നോക്കിയിട്ട് ഒരു അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്തായാലും വർക്ക് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അത് തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ കേട്ടതുപോലെ ഇപ്പോഴത്തെ വോയിസ് ക്ലിപ്പ് കേട്ടതുപോലെ തന്നെ ഈ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് വണ്ടി ഇറക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് എന്തായാലും ഒരു 1,000-1,500 രൂപ എനിക്ക് അവിടെ കൊടുക്കേണ്ടി വരും. അത് കുറച്ച് പണിയാണ്. ഓട്ടോക്കാരനെ എന്തായാലും കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഈ ഇടയ്ക്ക് എന്നെ ഒരു പോലീസ് ഓഫീസർ വിളിച്ചായിരുന്നു. ഞാൻ അവിടെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഒരു പോലീസ് ഓഫീസറുണ്ട്, ഞാൻ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ പുള്ളിക്കാരൻ റൂഡായിരുന്നെങ്കിലും വേറൊരു പോലീസ് ഓഫീസർ എന്നെ വിളിച്ചിട്ടാണെങ്കിൽ അവർ ഈ ഫുട്ടേജ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ എനിക്ക് ഫുട്ടേജ് പോലെ കിട്ടാൻ വഴിയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. പക്ഷേ ഇത്രയും നാളായിട്ട് ഒരു റെസ്പോൺസ് കിട്ടിയിട്ടില്ല. വിഷ്വൽസിൻ്റെ കാര്യം ഡൗട്ടാണ് കിട്ടുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എനിക്ക് ആകെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ GD എൻട്രിയുടെ മാത്രമാണ്. GD എൻട്രി ഉണ്ടെങ്കിൽ മാത്രമേ അപ്രൂവ് ആയിട്ടുണ്ട്. എനിക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു GD അപ്രൂവ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ അതിൻ്റെ കൂടെ അപ്രൂവ് ആയാൽ മാത്രം എനിക്ക് എല്ലാ കാര്യവും ഓക്കെ ആവും. പക്ഷെ എന്തായാലും കയ്യിൽ നിന്ന് പൈസ കുറച്ച് പോവേണ്ടി വരും. അത് എനിക്കിത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വണ്ടിയും കൊണ്ട് റോഡിലിറങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളുടെയൊക്കെ കാര്യം. നമുക്കിതിനെക്കുറിച്ച് ഒന്നും മാറ്റാൻ പറ്റത്തില്ല.
സോ ഞാൻ വണ്ടി കൊടുത്തിട്ട് 12 ദിവസമായി. ഇന്ന് തിങ്കളാഴ്ച കൂട്ടുമ്പോൾ 12 ദിവസമായിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പ് പറയുമ്പോൾ എൻ്റെ സൗണ്ടിന് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ചെറുതായിട്ട് പനിയുണ്ട്. ഞാൻ ആക്സിഡൻറ്റ് പറ്റി അന്ന് തൊട്ട് എനിക്ക് കുറച്ച് പനിയുണ്ട്. ശരീരം മൊത്തം നല്ല വേദന ഉണ്ടായിരുന്നു. ഒരു 5-6 ദിവസം നല്ല വേദന ഉണ്ടായിരുന്നു. കാരണം മുട്ടൊക്കെ നല്ല ഇടിച്ചു. ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ പോയി. അന്ന് തന്നെ ജനറൽ ഹോസ്പിറ്റലിൽ പോയി ഞാൻ മുട്ടൊക്കെ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് പൊട്ടലൊന്നുമില്ല, ചതവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പറ്റിയൊരു കുറച്ച് വലിയൊരു ആക്സിഡൻറ്റ് തന്നെയാണ്. ബട്ട് ഭാഗ്യത്തിന് കൈകാലും എല്ലാം ഇപ്പോഴും അത്യാവശ്യമായി ഇരിക്കുന്നുണ്ട്. സോ അതിന് മാത്രം നന്ദി പറയുന്നു. സോ നമുക്ക് ഇനി വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ എനിക്ക് ഈ അപകടം നടന്ന സ്ഥലത്തിൻ്റെ വീഡിയോയും കൂടെ ഞാൻ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഫുട്ടേജ് അല്ല, എനിക്ക് എവിടെ വെച്ചാണ് കനകക്കുന്ന് പാലസിൻ്റെ ഫ്രണ്ടിൽ വെച്ച് നടന്ന അപകടത്തിൻ്റെ ആ സ്ഥലത്തിൻ്റെ ഫുട്ടേജ് ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ വെച്ചാണ് എനിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത്. അങ്ങോട്ട് പോകുന്നവർക്ക് ഇങ്ങോട്ട് പോകുന്നവർക്ക് 2 വരി പാത വെച്ച് നിർമ്മിച്ചിട്ടുണ്ട്. സോ കനകക്കുന്ന് പാലസിൻ്റെ ഫ്രണ്ടിലുള്ള ഈ റോഡിൽ വെച്ചാണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയത്. സോ ഇവിടെയൊക്കെ ക്യാമറാസൊക്കെ ഉണ്ട്. ബട്ട് അത് വർക്കിംഗ് ആണോ അല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. കടകളൊന്നും അടുത്തൊന്നും കാണുന്നുമില്ല. സോ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഒരു റൗണ്ട് അബൌട്ടുമാണ്. സോ ഞാൻ ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുകയാണ്. ആ കാണുന്ന സ്ഥലത്ത് വെച്ചാണ് എനിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായത്. നമ്മുടെ റൈറ്റിൽ കാണുന്നതാണ് കനകക്കുന്ന് പാലസ്. അവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. യൂ ടേൺ അടിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരു കോൺസ് വെച്ച് ബാരിക്കേഡ് ചെയ്ത് വെച്ചേക്കെയാണ്. ഇവിടെ പോലീസ് അങ്ങനെ എന്തെങ്കിലും VIP വണ്ടികളെ മാത്രമേ അന്ന് കടത്തി വിട്ടിട്ടുള്ളൂ. അങ്ങനെയാണ് പെഡസ്ട്രിയൻസിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പോലീസ് മുന്നിലോട്ട് വരികയും 2 കാറ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് അടിക്കുകയും എനിക്ക് ബ്രേക്ക് അടിക്കാൻ ചാൻസ് കിട്ടാതെ ഞാൻ ബ്രേക്കിൽ ചെന്ന് ഇടിക്കുകയും ചെയ്തത്. അത് ആ ഓട്ടോക്കാരൻ കാരണം മാത്രം കൊണ്ടാണ് എൻ്റെ ശ്രദ്ധ തെറ്റി മാറിയത്. ബ്രേക്ക് 1 സെക്കൻഡെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് 100% ബ്രേക്ക് അടിച്ച് നിർത്താൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ കണ്ടില്ല. നേരെ ചെന്ന് ഇടിക്കുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. എനിക്ക് ബ്രേക്ക് പിടിക്കാൻ പോലും 1 സെക്കൻഡ് പോലും, ഒരു 10 മില്ലി സെക്കൻഡ് പോലും സമയം കിട്ടിയിട്ടില്ല. സോ അതാണ്. അങ്ങോട്ടൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ക്യാമറ. അതാണ് ക്യാമറ. വർക്കാവുന്നുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും ഫുട്ടേജ് പോലീസ് കണ്ടിട്ടുണ്ട്. വ്യക്തമല്ല നമ്പർ എന്താ പറഞ്ഞിരുന്നത്. സോ വരാനുള്ളത് വഴിയിൽ വന്ന്